ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. 3 പേർക്ക് കൂടി ഭാരതരത്ന. മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന PV നരസിംഹറാവു, ചൌധരി ചരൺ സിംഗ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ എന്നിവർക്ക് പരമോന്നത ബഹുമതി. MS സ്വാമിനാഥൻ ഭാരതരത്നയ്ക്ക് അർഹനാകുന്ന ആദ്യ മലയാളി. അച്ഛന് ബഹുമതി ലഭിച്ചതിൽ അഭിമാനമെന്ന് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. കർഷകർക്കായി പ്രവർത്തിച്ചതിനുള്ള അംഗീകാരമെന്നും പ്രതികരണം. ഉത്തരാഖണ്ഡിൽ സർക്കാർ ഭൂമിയിലെ മസ്ജിദും മദ്രസയും തകർത്തതിന് പിന്നാലെയുള്ള സംഘർഷത്തിൽ 4 മരണം. 100ഓളം പോലീസുകാർക്ക് പരിക്ക്. കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട കേസിലെ പ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്, 1,25,000 രൂപ പിഴ. വിധി പ്രസ്താവിച്ചത് കൊച്ചി NIA കോടതി. കോൺഗ്രസിന്റെ സമരാഗ്നിക്ക് കാസർഗോഡ് തുടക്കം. പ്രക്ഷോഭം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ. നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള നീക്കമെന്ന് മുഖ്യമന്ത്രി. യുക്തിക്കും ശാസ്ത്രത്തിനും അതീതമായി കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നുവെന്നും പിണറായി വിജയൻ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ എതിർപ്പറിയിച്ച AAP. ജനാധിപത്യത്തിനും ഭരണഘടനാ തത്വങ്ങൾക്കും നീതിയുക്തമായ തെരഞ്ഞെടുപ്പിനും ഗുരുതര ഭീഷണിയെന്ന പ്രതികരണം. ജെമിനി എന്ന പുതിയ AI മോഡൽ അവതരിപ്പിച്ച ഗൂഗിൾ. നടപടി ഓപ്പൺ AIയുടെ ChatGPTയെ വെല്ലുവിളിച്ച്. രജനീകാന്തിനെ നായകനാക്കി മകൾ ഐശ്വര്യ സംവിധാനം ചെയ്ത ലാൽ സലാം തിയേറ്ററുകളിൽ. ആരാധകർ ആവേശത്തിമിർപ്പിൽ. ഇംഗ്ലണ്ടിനെതിരായ അവസാന 3 മത്സരങ്ങൾക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ ഇന്ത്യക്ക് പരിക്കിന്റെ ഭീഷണി. പുറംവേദന അലട്ടുന്ന മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യർക്ക് ശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമായേക്കും. കൂടുതൽ വാർത്തകൾക്കായി ETVbharat.com സന്ദർശിക്കുക.